നുണ പറഞ്ഞ് പാർട്ടിയെ അധികകാലം സംരക്ഷിക്കാനാകില്ലെന്ന് CPM വിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ. നുണ പറഞ്ഞാൽ അല്പനേരത്തേക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ സത്യം അതിഭീകര രൂപം കൊണ്ട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും ജില്ലാ സെക്രട്ടറി KK രാഗേഷും ഇന്ന് കാലത്ത് ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. തന്റേത് പാർലമെന്റ് വ്യാമോഹമാണെന്ന ആരോപണത്തിനും TK ഗോവിന്ദൻ മറുപടി നൽകി. മത്സരിക്കണമെന്നോ MLA ആകണമെന്നോ ഉള്ള ഒരു ആഗ്രഹവും ഉണ്ടായിട്ടല്ല എന്റെ പ്രതിഷേധം. ഈ അനീതിക്കെതിരെ ായിട്ടുള്ള പ്രതിഷേധമാണ്. നിരവധി തിരഞ്ഞെടുപ്പുകളുടെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. KK രാഗേഷ് അടക്കമുള്ളവരുടെ തിരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ ഘട്ടങ്ങളിലൊന്നും MLA ആകണമെന്ന് ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ പയ്യന്നൂരെ സംഭവത്തിൽ കണക്കുണ്ടായില്ല എന്നുള്ളൊരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ പാർട്ടിയിൽ ഈ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടി അതൊരു കണക്ക് തയ്യാറാക്കിയത് ഈ MV ജയരാജനാണ്. ആ കണക്കാണ് പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വെക്കുന്നത്. ആ കണക്ക് ഏരിയ കമ്മിറ്റിയിൽ ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ പാർട്ടി മേലൊന്നും കെട്ടിപ്പടുക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ ഇത് അംഗീകരിച്ച് പ്രശ്നം അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചു. അപ്പോഴും കുഞ്ഞു സ്വീകരിച്ചില്ല. കാരണം കുഞ്ഞു സ്വീകരിച്ചില്ല. ഈ പയ്യന്നൂരിലെ കണക്ക് പുറത്തുവിടണം എന്ന് പല ആവശ്യമായിരുന്നു. അത് പാർട്ടി കമ്മിറ്റികളിൽ ഇത്തരം ആവശ്യം ഉയർന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഞങ്ങളെ പാർട്ടിയുടെ രീതി വെച്ച് നോക്കിയാൽ കണക്കുകളെല്ലാം പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ ഫണ്ടുണ്ട്. പാർട്ടി അല്ലാതെ പാർട്ടിന്റെ കണക്കിൽ അവതരിപ്പിക്കും. അല്ലാതെ ഈ കണക്ക് പൊതുജനങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ശീലമൊന്നും പാർട്ടി ഇല്ല. അങ്ങനെ ആ ശീലം ഈ പാർട്ടിയിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനിയും അത്തരൊരു ശീലം പാർട്ടിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. PK ശ്യാമളയുടെയും PP ദിവ്യയുടെയും കാര്യത്തിൽ രണ്ട് നീതിയാണ്, ഇരട്ട നീതിയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. അത്തരമൊരു ഇരട്ട നീതി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ MV ജയരാജൻ പറയുന്നത്. കാരണം PK ശ്യാമള കേസിൽ പ്രതിയല്ല, PP ദിവ്യ പ്രതിയായിരുന്നു എന്നുള്ളതാണ് അതിൽ ഉയർത്തുന്ന ഒരു വാദം. അതെല്ലാം ജയരാജൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ, ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കാറില്ല. കേസിൽ പ്രതിയാക്കാൻ ആക്കാതിരിക്കലും എങ്ങനെയാ അറിയാം. ഇപ്പോ അത് നമ്മളെ ഗവൺമെന്റല്ലേ എന്ത് ചെയ്യുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലേ, നമ്മളെ ഗവൺമെന്റും അല്ലേ, അയാളെ ഭാര്യയല്ലേ ശ്യാമള. കേസിൽ പ്രതിയാക്കാതിരിക്കാൻ പോലീസുകാരെ എങ്ങനെയാ പ്രതിയാക്കണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കാത്ത കാലമല്ലോ. ഇതെല്ലാം എന്തിനാ ജയരാജ പറഞ്ഞ് വഷളാവുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ജനങ്ങൾ വിശ്വസിക്കാൻ കഴിയണോ? ജനങ്ങളൊന്നും വിശ്വസിക്കുന്ന അങ്ങനെയല്ല. എന്നിട്ട് പോലീസ് റിപ്പോർട്ടിന്റെ കണക്ക് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ഇന്നലത്തെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാനോ ആരോപണം ഞാൻ തയ്യാറില്ല. ഇവരെല്ലാം എന്റെ പാർട്ടി നിന്നും ഞാനത് പറയുന്നത്. ജയരാജൻ പറഞ്ഞ നോണ ഞാൻ പറയാൻ തയ്യാറില്ല. ശ്യാമളയുടെ പ്രവർത്തന പരിചയം വിപുലമാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ശ്യാമളയുടെ പ്രവർത്തന സുശീല ഗോപാലിനൊപ്പം ബിന്ദു എന്താ നമ്മുടെ പ്രകാശ് കാരാട്ടിന്റെ ഉണ്ടാക്കാരാട്ടിനോടൊപ്പം ഒക്കെ കിട്ടേണ്ട ആളല്ലേ. ആയിക്കോട്ടെ, നിങ്ങൾ എന്റെ പൊതു സഖാക്കളെ, നിങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, നിങ്ങൾ ജനങ്ങളുടെ വന്ന് അന്വേഷിക്കുക. എന്താണ് നിങ്ങളുടെ ഈ പറയുന്ന പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്ന് അന്വേഷിക്കാദ്യം. അത് സാധാരണ രീതിയാണ്. അതായത് സാധാരണ ഞാൻ പറഞ്ഞു ഇതെല്ലാം പറയാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാനൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ടും ആലോചിക്കാതെ അവരെ തീരുമാനമില്ലാതെ ഒരു പാനലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെക്കില്ല എന്ന് എല്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കും അറിയാം. അത് ഈ ജയരാജന എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം, ജയരാജൻ സെക്രട്ടറി ആയിട്ടും ഇത് തന്നെ അപ്പോൾ വിളിക്കും. ചെറിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി വിളിച്ചിട്ട് മാത്രമേ ഇവർ കാര്യം ചെയ്യാറുള്ളൂ. നല്ല തന്നെ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതില്ലാത്തതിനെ നിഷേധിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രി എന്താ കുറ്റം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങളെ പാർട്ടിയുടെ CPMന്റെ കരുത്തിട്ട നേതാവാണ്. ഈ പറയുന്ന നേതാക്കന്മാർക്കളിട്ടൊന്നും അല്ല ഈ പാർട്ടി ജനങ്ങളെന്ന്. പിണറായി വിജയന്റെ കരുത്ത് കൊണ്ടായി പാർട്ടിയെ പിടിച്ചു നിർത്തിന്, അതിനൊന്നും സംശയമില്ല. പക്ഷേ ആ പിണറായി വിജയൻ ഇത്തരത്തിൽ ഇതിന് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിഷമമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ മേലെ എന്തെങ്കിലും കുറ്റം ചേരാൻ ഞാനില്ല. എന്നാണ് നിങ്ങൾ നിർബന്ധിക്കുകയും ചെയ്യണ്ട. പാർട്ടിയിലെ ചില നേതാക്കളാണ് ഈ പ്രശ്നക്കാര്. പാർട്ടിയിലെ ചില നേതാക്കൾ മാത്രമാണ് ഈ പ്രശ്നം. തീർച്ചയായിട്ടും ഇന്ന് ഈ പ്രശ്നത്തിന്റെ പൂർണ്ണ ഉത്തരവാദി യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ
ഈ കെ രാഗേഷുമാണ്. സംസ്ഥാന സെക്രട്ടറി ജയിക്കണമെന്ന് എന്നെ വെക്കില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ ചർച്ച നടക്കുക. എന്താ പറയാ, ഇത്രയൊക്കെ ചർച്ച പാർട്ടി ജനാധിപത്യം പറഞ്ഞല്ലോ, യൂണിവേഴ്സ് ക്ലാസ് എടുക്കാൻ പറ്റുന്നതല്ലോ, പത്രപ്രവർത്തകർക്ക് ക്ലാസ് എടുക്കണം. അപ്പൊ ക്ലാസ് എടുക്കാൻ പറ്റും. എന്താ പറഞ്ഞത് ജനാധിപത്യം? ഒരു പാർട്ടി സംഘടന സെക്രട്ടേറിയറ്റ് ഭൂരിപക്ഷം അംഗീകരിക്കുന്നില്ല, ജില്ലാ കമ്മിറ്റി ഭൂരിപക്ഷം അംഗീകരിക്കുന്നില്ല. ഭൂരിപക്ഷം ഞാനത് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം മണ്ഡല കമ്മിറ്റി 2-3 വെച്ച് ബാക്കി എല്ലാം രൂക്ഷമായി നിൽക്കും. ഭൂരിപക്ഷം ലോക്കൽ കമ്മിറ്റികൾ എല്ലാം മീറ്റ് ചെയ്തു. ഏതായാലും രാജേഷും എല്ലാം ചേർന്നാണ് ഇതെല്ലാം മീറ്റ് ചെയ്തത്. ഇങ്ങനെ മീറ്റ് ചെയ്ത ഘട്ടത്തിൽ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി ഇത് അംഗീകരിച്ചിട്ടുണ്ടാ? എന്താ ജനാധിപത്യം? പാർട്ടിയിലുടനീളം അംഗീകരിക്കപ്പെടാത്ത ഒരു പേരിനെ അടിച്ചേൽപ്പിക്കുന്നത് എന്ത് ജനാധിപത്യം എന്ന് അറിയാം? നിങ്ങൾ ജനാധിപത്യമാണ് പറയുന്നുണ്ടെങ്കിൽ ലോക്കൽ കമ്മിറ്റി എല്ലാം പോട്ടെ, മണ്ഡലം കമ്മിറ്റി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ടീച്ചറെ പിൻവലിക്കായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ടീച്ചർക്ക് ഭാഷകാരിയായതുകൊണ്ട് പറ്റില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഒരു പാർട്ടിയാകെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ പേരിനെ എന്തിനു നിങ്ങൾ അടിച്ചേൽപ്പിച്ചു? ഈ ഉൾപ്പാട്ടി ജനാധിപത്യം തീരെ ഇല്ലാന്ന് തന്നെയാണോ പറയുന്നത്? 101% ഇക്കാര്യത്തില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇക്കാര്യത്തിൽ 101% ഉൾപ്പാട്ടി ജനാധിപത്യം പൊളിച്ചു. ആ തുണിക്കന്റെ ഭാര്യ അടിച്ചേൽപ്പിച്ചു. അടിച്ചേൽപ്പിച്ചത് ഈ നിയന്ത്രണങ്ങളൊക്കെ വേറൊരാൾ MLA ആയി വന്നാൽ ഇയാൾക്ക് ഈ നിയന്ത്രണങ്ങൾക്ക് നടക്കില്ല. അപ്പോ എന്റെ ഭാര്യന്റെ ഭരണമാണ്. ആ ഭാര്യ എന്ന് പറയുന്നത് ഈ ഭാഷ ഒരു ബിനാമിയാണ്. ബിനാമിയുടെ ഭാര്യ ബിനാമി പറയാനില്ലല്ലോ, അയാൾ പറയേണ്ടൊന്നും സ്വീകരിക്കില്ലല്ലോ. എന്തിനാണ് ഈ വേഷം കിട്ടിയത്? എന്നിട്ട് എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് നിങ്ങൾ കള്ളം പറയാൻ തുടങ്ങി. അല്ലെ പുറത്താക്കിയൊന്നുമില്ല, പുറത്താക്കലാണ് ഈ ഭാര്യയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് ഇത് ജനം വിശ്വസിക്കില്ല. പാർട്ടി പ്രകോപിപ്പിക്കുകയാണോ ചെയ്തത്? പാർട്ടിയുടെ ഈ വിശദീകരണം കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിന് ഒരുങ്ങിയ ആളെയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയമായിട്ട് ഈ നയത്തോട് എനിക്ക് ശക്തിയായിട്ടുള്ള വിയോജിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനില്ല എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് പോയിക്കോളും. പിന്നെ ഇത് മത്സരിക്കുന്ന കാര്യം വന്നിട്ടാണോ പാർട്ടിക്ക് പ്രയോജനമുണ്ടായത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ പിന്നെ വിയോജിപ്പുള്ളതുകൊണ്ട് ഇതിൽ പ്രതിഷേധിക്കാൻ പാർട്ടിയിൽ പറഞ്ഞു നടന്നില്ല. ഒരു പാർട്ടിയിൽ പറഞ്ഞു നടന്നില്ല. ബൂത്ത് തലം വരെയുള്ള പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആരും അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കാത്തൊരു കാര്യം തന്നെ യോജിക്കാനൊക്കെ കഴിയില്ല. ഞാൻ പുറത്തു. താങ്കൾക്ക് പിന്നിൽ വേറെ ഏതെങ്കിലും മുതിർന്ന നേതാക്കളുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്തുണ താങ്കൾക്ക് പാർട്ടിക്ക് അകത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ? താങ്കളുടെ പിന്നിൽ താങ്കളുടെ കുടുംബം പോലും ഇല്ല എന്നാണ് MP ജയരാജൻ പരിഹരിച്ചത്. അത് MP ജയരാജന്റെ കുടുംബത്തിന്റെ കാര്യം എനിക്കറിയില്ല. എന്റെ കാര്യത്തിലെ കുടുംബത്തിൽ എല്ലാ കുടുംബവും എന്നോടൊപ്പം നിൽക്കണമെന്നില്ല. എല്ലാ അങ്ങനെയുണ്ട്. ഒരു പാർട്ടിയിലെ കുടുംബങ്ങളെല്ലാം ഒരാളോട് നിൽക്കണം അങ്ങനെ ഇടയിലുണ്ടാ? അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ നേതാവിന്റെ കുടുംബം എടുക്കാം. ഇന്നലെ മലപ്പുറത്ത് നടന്ന പ്രകടനത്തിൽ താങ്കളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുണ്ടാവും. അവരെല്ലാം പാർട്ടിന്റെ ആളുകളല്ലേ, അവരെന്തിപ്പോൾ കുഴപ്പമുള്ളത്? നമുക്ക് ഓരോ നേതാവിന്റെ കുടുംബം എടുത്ത് നോക്കാം. എല്ലാവരും അതാത് പാർട്ടിയില്ല. അതല്ല, പാർട്ടിയിൽ നിന്ന് താങ്കൾക്ക് ആ രീതിയിലുള്ള പിന്തുണ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? പാർട്ടിയിൽ സാധാരണക്കാരായ സഹാക്കളെ, ലോക്കൽ കമ്മിറ്റിമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാര്, പാർട്ടി മെമ്പർമാര്, ഈ സഹാക്കളെല്ലാം നിങ്ങൾ ധീരമായ നടപടിയാണ് സ്വീകരിച്ചിന്. ഈ നടപടിയായി മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ന് പറയുമ്പോഴും നിങ്ങൾ പാർട്ടിയോടൊപ്പം തന്നെ, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പാടില്ല. എന്നോടൊപ്പം നിങ്ങൾ ധീരമായ നടപടി പറഞ്ഞാൽ നിങ്ങൾ പാർട്ടിയിൽ പുറത്തു പോരാ, അതുകൊണ്ട് അത് പാടില്ല. അവര് തീർച്ചയായിട്ടും ഇവരെല്ലാം തന്നെ സഹായിക്കും. ഈ മലപ്പുറത്ത് ഇന്നലെ പ്രകടനം നടത്തി, ഇന്ന് വീണ്ടും പ്രകടനവും പൊതുയോഗവും ഒക്കെ നടക്കാൻ പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. ഇന്നലെ പ്രകടനം നടത്തിയവർ തന്നെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു അവർ വിളിച്ച ഉത്തരവാദിക്കുന്ന അറിയോ? മലപ്പുറത്തിന്റെ ചരിത്രം, പാരമ്പര്യം പറഞ്ഞ എ കുഞ്ഞിക്കണ്ണന്റെ ചരിത്രം ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ, എ കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറത്തെ പുതിയ കുട്ടിക്ക് അറിയില്ല. എ കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കാവുമ്പായി സമരത്തിന്റെ സേനാനിയാണ്. ജന്മിത്വത്തിനെതിരെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. ഭൂചേപ്പത്തിനെതിരെ നേതൃത്വം കൊടുത്ത ആളാണ്. എല്ലാ അനീതിക്കെതിരെ നേതൃത്വം കൊടുത്ത നേതാവാണ് എ കുഞ്ഞിക്കണ്ണൻ. ആ എ കുഞ്ഞിക്കണ്ണൻ എന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പേരിൽ ചില നേതാക്കൾ കാണിക്കുന്ന ഈ കൊടിയ അനീതിക്കെതിരെ ഞാൻ പൊരുതുന്നത് എ കുഞ്ഞിക്കണ്ണന്റെ ആ പാരമ്പര്യത്തിനാണ്. കുഞ്ഞിക്കണ്ണൻ തന്നെയാണ് പഠിപ്പിച്ചത് വിട്ടുവീഴ്ച നടത്തരുത്, അത് ഈ അനീതിക്കെതിരായിട്ട്. എ കുഞ്ഞിക്കണ്ണൻ ഒരു അനീതിക്കെതിരായി വിട്ടുവീഴ്ച നടത്തുന്ന മനുഷ്യനല്ല നാട്ടിലറിയ. പക്ഷെ ഇവർക്കറിയില്ല. അതാ കുഞ്ഞിക്കണ്ണന്റെ പാരമ്പര്യം, അതാ മലപ്പുറത്തിന്റെ പാരമ്പര്യം. ഈ CPM തലത്തിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ പല നേതാക്കന്മാർക്കുള്ള എതിർപ്പ്
താങ്കളുടെ പുറത്തു വരികയാണോ? അങ്ങനെയാണോ? പലർക്കും ഇത് സമാനമായ എതിർപ്പുണ്ടോ? അതൊന്നും ഞാനിപ്പോ എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. സമാനക്കാരുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ഇത്തരം ഇതിനോട് വിയോജിപ്പുള്ളവരും എതിർപ്പുള്ളവരുണ്ടോ പാർട്ടിക്കകത്ത്? നിരവധി ആ കാര്യമല്ല പറഞ്ഞത്. താഴെ ഇതിലൂടെ വരെ വരുമ്പോഴുള്ള അനുഭവം. ഈ രാജേഷ് രാജേഷിനെ ലോക്കൽ കമ്മിറ്റി നടത്താൻ കഴിഞ്ഞു. ചില ലോക്കൽ കമ്മിറ്റിയിൽ ഓരോ ചോദ്യത്തിനും ചോദിക്കരുത്, ഇതിന് അത് ഉത്തരം പറഞ്ഞിട്ട് മതി. ഇനി ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടല്ലോ, രാജേഷ് മറന്നു പോകുന്നത് എന്ത് ആ വികാരം കാണാതെ. അതല്ല ജനാധിപത്യം. താങ്കൾക്ക് സ്ഥാനാർത്ഥി മോഹമുണ്ട്, അധികാര മോഹമുണ്ട് എന്നുള്ള അറിയില്ലായിരുന്നു. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുമായിരുന്നു അല്ലെ. ഈ അധികാരമോഹം ഇല്ലാത്ത, പാർലമെന്ററി വ്യാമോഹം ഇല്ലാത്ത MP ജയരാജനും KK രാഗേഷും എല്ലാം എനിക്ക് ഈ അധികാരമോഹം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ അധികാരമോഹം പരിഹരിച്ചില്ലായിരുന്നു അല്ലേ. അത് മനസ്സിലായിട്ടില്ല അവർക്ക്. പാർലമെന്ററി വ്യാമോഹമുള്ള ആളാണെന്ന് കൂടിയാണല്ലോ പറയുന്നത്. അതെ. അങ്ങനെ ആ വ്യാമോഹത്തിൽ നിന്നാണ് യോജിപ്പ് വന്നത് എന്നുള്ളതാണ് അവർ. എനിക്ക് ഞാൻ ഇവിടെ മത്സരിക്കുന്നു, MLA ആവണമെന്നുള്ള ഒരാഗ്രഹത്തിനും വന്നതല്ല. ഈ അനീതിക്കെതിരായിട്ട് വന്നതാണ്. അങ്ങനെ എനിക്ക് ആരോഗ്യം ഞാൻ ചെറുപ്പമായിട്ട് കിട്ടുന്നത് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഈ ഇരിക്കുമ്പോൾ കടന്നപ്പോൾ ഡാമെന്ന MLA ഞാനാ. ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാം അത് ഗോവിന്ദ മാഷ MLA അത്രയും ചത്തു പഴുത്ത് ഞാൻ. കാരണം അന്ന് കോൺഗ്രസ് കിട്ടുന്ന സമയമായിരുന്നു. അപ്പൊ പോട്ടെ, നിരവധി തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അതിന്റെ സെക്രട്ടറി അതിന് പ്രവർത്തിച്ചില്ല ഞാനാ. ശ്രീമതി ടീച്ചർ, അബ്ദുള്ളക്കുട്ടി, പാട്ടൻ രാജൻ, P ശശി തുടങ്ങി ഈ KK രാഗേഷ്, ഈ വലിയ ജനപ്രീതിയുള്ള രാഗേഷ്. എനിക്ക് ജനപ്രീതി ഇല്ലാന്നാണല്ലോ പറഞ്ഞത്. ഈ ജനപ്രീതിയുള്ള രാഗേഷ് ഇവിടെ പാർലമെന്റ് മത്സരിച്ചിട്ടുണ്ടോ? ആ ജനപ്രീതി കണ്ടു. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചോ ഞാനാ. അപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അന്നൊന്നും ഞാൻ എനക്കും ആവണം ഒരു മത്സരം, അല്ലെ ഒരു MLA ആവണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും പറഞ്ഞു. എന്തിനാ സഖാക്കളെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഈ കാര്യത്തിൽ പാർലമെന്ററി വ്യാമോഹം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പാർട്ടി രക്ഷിക്കാൻ പല നുണയും പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു ആ നുണ താൽക്കാലിക ആയുസാണ്. ഈ ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എതിർപ്പ് അങ്ങനെ വിമർശനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും എന്താ സംഭവിച്ചതെന്നാണ്? അങ്ങനെ വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഞാനാണ് ആ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ. അവസാനത്തെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ ഞാനാണ്. ആ ജില്ലാ കമ്മിറ്റി നടന്ന ചർച്ച ജില്ലാ കമ്മിറ്റി പങ്കെടുത്ത് സഹാക്കുണ്ടല്ലോ. സത്യസന്ധമായിട്ട് അവർ പറയുമെന്ന് അറിയാനില്ല. ശക്തമായി ഉറപ്പായിരുന്നില്ലേ? എൻ്റെ അടുത്താണ് MP മാഷ് ഇരിക്കുന്നു. ഞാൻ അധ്യക്ഷനാണ്. ഞാൻ മാഷോ ചോദിച്ചു, മാഷെ ഞാൻ ഇടപെട്ടോട്ടെ. മാഷ് സത്യം പറഞ്ഞെങ്കിൽ മാഷ് മനസാക്ഷിയിൽ അത് വരും. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, അത് രൂക്ഷമായ ചർച്ച നടക്കുന്നത് നമുക്ക് നിയന്ത്രിച്ചോട്ടെ. മാഷ് പറഞ്ഞു വേണ്ട, അത് മാഷ് പറഞ്ഞത് വേണ്ട, നടന്നോട്ടെ. അപ്പോൾ ചർച്ച നടന്നില്ലാണ്, ആരും അംഗീകരിച്ചില്ല. ആ ചർച്ചയ്ക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ജനാധിപത്യത്തെ പാർട്ടി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ സ്ഥാനാർത്ഥി പുനഃപരിശോധന നടത്തുന്നതായിരുന്നു. കാരണം ഒരു DC കണ്ണൂർ DC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കരുത്തുറ്റ DC ആ കണ്ണൂർ DC N ബ്ലോക്കായിട്ട് ഇത്തരം എതിർപ്പ് പ്രകടിപ്പിച്ചൊരു സ്ഥാനാർത്ഥിയെ ജനാധിപത്യം ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ പുനഃപരിശോധിക്കണമായിരുന്നു. പാർട്ടിന്റെ അന്തസ് വരുമായിരുന്നു. MP ഗോവിന്ദമാഷ അന്തസ് 100 മടങ്ങ് വരുമായിരുന്നു. ഗോവിന്ദമാഷ താല്പര്യം മാത്രമാണോ? ഗോവിന്ദമാഷ താല്പര്യത്തിന് ജില്ലാ സെക്രട്ടറി വഴങ്ങി എന്ന് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല.